നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ ഡിസംബർ 30 മുമ്പ് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾക്ക് ലഭിക്കാറില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ്റിൻ്റെ പുതിയ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷൻ 2000 രൂപ ഇന്നലത്തോടെ കൂടി തന്നെ അവിടെ അക്കൗണ്ടിൽ എല്ലാ ആളുകൾക്കും എത്തിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാൾ കൂടി തന്നെ പണം കൈകളിലെത്തുന്ന ആളുകൾക്ക് അവിടെ കൈകളിലും പണം എത്തുന്നതാണ്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിലെ പെൻഷൻ അടക്കമുള്ള ഒരു പെൻഷനും ഇപ്പോൾ കുടിശ്ശികയില്ല. എല്ലാ പെൻഷൻ കുടിശ്ശികയും കൊടുത്ത് തീർത്ത് ഡിസംബർ മാസത്തിലെ പെൻഷനും ഇപ്പോൾ കൊടുത്ത് തീർത്തിട്ടുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുമുണ്ട്. ഇനി പെൻഷൻ മുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട്. എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമാണത്. നിങ്ങൾക്ക് വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലമാണ് നൽകേണ്ടത്. അത് നിങ്ങൾക്ക് 60 വയസ്സാകുന്നത് വരെ നിങ്ങൾ നിർബന്ധമായിട്ടും നൽകണം. കഴിഞ്ഞ വർഷമെല്ലാം സംഭവിച്ചൊരു കാര്യമാണ്. അവരുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൈകളിൽ ഇപ്പോഴത്തെ ആധാർ കാർഡിലും മറ്റും 60 വയസ്സ് തികഞ്ഞിട്ടുണ്ടാകും. അതുപ്രകാരം അവർ ഈ ഒരു വർഷം സത്യാമൂലം നൽകാതിരുന്നിട്ടുമുണ്ടാകും. പക്ഷേ നമ്മൾ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത രേഖകൾ ചിലപ്പോൾ നമുക്ക് രേഖപ്രകാരം നമുക്ക് 58 വയസ്സോ 59 വയസ്സോ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ രേഖാമൂലം നമുക്ക് 60 വയസ്സായിട്ടൊന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ സത്യാമൂലം നമ്മൾ നൽകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടുള്ള മെസ്സേജ് വന്ന ആളുകൾക്ക്, എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ മെസ്സേജ് വന്നിരുന്നു, അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേന നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. അങ്ങനെ മെസ്സേജ് വന്ന അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേന നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ച ആളുകൾ നിർബന്ധമായിട്ടും ഈ ഒരു 30-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. 1 ലക്ഷത്തിൽ കൂടുതൽ കവിയുന്ന ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെടുക. അത് നൽകി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു 3ാമത്തെ വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ്. എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എന്നിങ്ങനെയുള്ള എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവർക്ക് മസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. അത് ഈ ഡിസംബർ 30 മുമ്പ് തന്നെ നിർബന്ധമായിട്ടും ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകളും സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ അവഗണിച്ച് അവർ ചെയ്യാതിരിക്കുകയും മറ്റും ചെയ്യാതിരിക്കും. പിന്നീട് പെൻഷൻ മുടങ്ങുന്ന സമയത്ത് മാത്രമാണ് അവർ കാര്യം ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോയുടെ അടിയിൽ കഴിഞ്ഞ 1-2 ദിവസമായി കമൻറ്റ് വരുന്ന ആളുമായി നമ്മൾ പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്, കുറച്ച് ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല, വിധവാ പെൻഷൻ നൽകുന്ന ആൾ സത്യാമൂലം നൽകിയിട്ടില്ല, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് എന്നിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചായത്തിലെ സേവനങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ ക്യാഷ് സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിലവിലുള്ള പെൻഷൻ എന്തെങ്കിലും അപ്പീൽ നൽകാൻ ആവശ്യമുള്ള ആളുകൾ, അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ആവശ്യമുള്ള ആളുകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ പോലത്തെ അംഗീകൃത സേവനദാതാക്കളുമായി ബന്ധപ്പെടാം. കഴിവതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അക്ഷയ പോലത്തെ അംഗീകൃത സേവനദാതാക്കളുമായി ബന്ധപ്പെടാൻ തന്നെ ശ്രമിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.